അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാന്യ പ്രേക്ഷകർക്കെല്ലാം സന്തോഷങ്ങൾ. സുഹൃതങ്ങളുടെ പെരുമഴയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാനുള്ളത്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. സുഹൃതങ്ങളുടെ വേലിയേറ്റമാണ് വിശുദ്ധ റമളാനിൽ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. റമളാനിനെ അള്ളാഹു ആദരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മുൻ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയല്ലോ. അതുപോലെ ധാരാളം നന്മകൾ, ധാരാളം അനുഗ്രഹങ്ങൾ വിശുദ്ധ റമളാനിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സത്യാസത്യ വിവേചനത്തിൻ്റെ, അധർമ്മവും ധർമ്മവും തമ്മിൽ നീതിയും അനീതിയും സത്യവും അസത്യവും വേർതിരിയുന്ന ധർമ്മസമരം ബദർ ചരിത്രത്തിലൊരു വലിയ അധ്യായമാണല്ലോ. ആ ബദറിൻ്റെ അധ്യായം അതിന് സംഘടിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വിശുദ്ധ റമളാനാണ്. ബദരീങ്ങളെ അനുസ്മരിക്കുന്നതും ബദർ മൗലിദ് കഴിക്കുന്നതും ആ മുൻകാല നേതാക്കളെ അവരുടെ വഴിയെ സഞ്ചരിക്കാൻ പ്രതിജ്ഞ പുതുക്കുന്നതുമെല്ലാം ഈ റമളാനിലാണ്. പറഞ്ഞല്ലോ, ലൈലത്തുൽ ഖദർ പവിത്രമായ 1000 മാസങ്ങളേക്കാൾ പവിത്രതയുള്ള ഒരൊറ്റ രാത്രി. അത് ഈ റമളാനിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ രാത്രിയിലും പകലുകളിലും നിസ്കാരങ്ങളിലും അല്ലാത്തപ്പോഴും എന്ത് റബ്ബിനോട് ചോദിച്ചാലും അള്ളാഹു നൽകും എന്ന ഓഫർ ഈ വിശുദ്ധ റമളാനിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും, പ്രത്യേകിച്ച് റമളാൻ മാസം നൽകാനായി അള്ളാഹു കാത്തിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മാസമാണ് റമളാൻ, പാപമോചനത്തിൻ്റെ മാസമാണ് റമളാൻ, ആരാധനകൾക്ക് 10 മടങ്ങ് വർദ്ധിത പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമളാൻ. ഇതാണ് സുഹൃതങ്ങളുടെ പെരുമഴയായി നമുക്ക് ഈ റമളാനിനെ കാണാൻ കഴിയുന്നത്. അനുഗ്രഹവും പാപമോചനവും നരകമോചനവും ഒക്കെ നൽകാൻ വേണ്ടി പ്രത്യേകം ദിവസങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അല്ലാഹു. അവ്വലുഹു റഹ്മ. റമളാനിൻ്റെ 30 ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കാരുണ്യത്തിന് വേണ്ടി വീതിച്ചു വെച്ചിരിക്കുകയാണ്. നിസ്കാരങ്ങൾക്ക് പിറകെയുള്ള പ്രാർത്ഥനകളിൽ നമ്മൾ റബ്ബിനോട് പ്രത്യേകമായി ചോദിക്കുന്നു, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. എനിക്ക് കരുണ ചൊരിയണേ അല്ലാഹ്. നമ്മൾ ഭക്ഷിക്കുന്നത്, കുടിക്കുന്നത്, ശ്വാസോച്ഛ്വാസം നടത്താൻ നമുക്ക് എല്ലാ മാർഗങ്ങളും തുറക്കുന്നത്, എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുന്നത് അവൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ്, റബ്ബിൻ്റെ കാരുണ്യം കൊണ്ടാണ്. രോഗമില്ലാതെ ജീവിക്കുന്നത്, വെള്ളവും വെളിച്ചവും ലഭിക്കുന്നത്, നല്ല ആരോഗ്യത്തോടെ നമ്മൾ നടന്നു നീങ്ങുന്നത്, ജോലി ചെയ്യുന്നത് തുടങ്ങി ജീവസന്ധാരണ പ്രവർത്തനങ്ങളെല്ലാം യജമാനനായ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ആ കരുണ നിലനിൽക്കാനും ആ അനുഗ്രഹങ്ങൾ എപ്പോഴും അണമുറിയാതെ ലഭിക്കാനും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അത് ചോദിക്കാൻ അള്ളാഹു തന്നെ പ്രത്യേകമായി നമുക്ക് സംവിധാനിച്ചിരിക്കുന്ന 10 ദിനരാത്രങ്ങൾ, അതാണ് റഹ്മത്തിൻ്റെ 10. ശേഷം രണ്ടാമത്തെ 10 പാപമോചനങ്ങൾ. മനുഷ്യരാണല്ലോ, ശാരീരിക അവയവങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. അതെല്ലാം കഴുകിക്കളയാൻ, റബ്ബിൻ്റെ പാപമോചനം കൊണ്ട് കഴുകി വൃത്തിയാക്കി വിശുദ്ധിയുള്ള മനുഷ്യനായി മാറാൻ, മാലാഖമാരെക്കാൾ ഉയർന്ന വിധാനത്തിലെത്താൻ മനുഷ്യന് ലഭിക്കുന്ന സുവർണാവസരമാണ് റമളാൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ചോദ്യത്തിൻ്റെ അർത്ഥം, എൻ്റെ സർവ്വ പാപങ്ങളും നീ എനിക്ക് പുറത്തു തരണേ എന്നാണ്. ശേഷം വരുന്ന 10 ദിനരാത്രങ്ങൾ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനും തദ്വാര സ്വർഗം ലഭിക്കാനും സ്വർഗപ്രവേശം ലഭ്യമാകാനും അതിൻ്റെ എല്ലാം സ്രഷ്ടാവും അതിൻ്റെ എല്ലാം നായകരുമായ അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട, സ്വായത്തമാക്കേണ്ട ദിനരാത്രങ്ങൾ. ഇങ്ങനെ ഒരു ടൈമും ഒരു സെക്കൻഡും ഒരു മൈക്രോ സെക്കൻഡും നമുക്ക് നഷ്ടപ്പെടുത്താനില്ല. എല്ലാം അനിവാര്യമായ കാര്യങ്ങൾ റബ്ബിനോട് പ്രാർത്ഥനയിലൂടെ ചോദിച്ചു വാങ്ങാനുള്ളതാണ്. പാപമോചനത്തിൻ്റെ, പ്രാർത്ഥനയുടെ, നന്മകളുടെ, സഹകരണത്തിൻ്റെ, ദാനധർമ്മങ്ങളുടെ
ഖുർആൻ പാരായണത്തിൻ്റെ, ഇങ്ങനെ എന്തെല്ലാം സുഹൃതങ്ങൾ, ആരാധനകൾ നമുക്ക് പാരത്രിക ലോകത്ത് ആഖിറത്തിൽ വിജയം വരിക്കാൻ, സ്വർഗം ലഭിക്കാൻ, ഉടയ തമ്പുരാൻ്റെ പ്രീതി സമ്പാദിക്കാൻ ചെയ്യേണ്ടതുണ്ടോ അതിനെല്ലാം അവസരങ്ങൾ ലഭിക്കുന്ന, അതിനെല്ലാം എത്രയോ പ്രതിഫലങ്ങൾ അള്ളാഹു വാരിക്കോരി ചൊരിഞ്ഞു നൽകുന്ന, അതിനുവേണ്ടി സമയങ്ങളെ വിനിയോഗിക്കേണ്ട, ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ആരാധനകൾക്ക് വേണ്ടി സമയം കണ്ടെത്തേണ്ട സന്ദർഭങ്ങളാണ്, ദിനരാത്രങ്ങളാണ് വിശുദ്ധ റമദാനിലുള്ളത് എന്ന് ചുരുക്കം. നോക്കൂ, നിങ്ങൾ റമദാനിനെ ആദരിച്ചതിൻ്റെ പേരിൽ, ഈ വിശുദ്ധ റമദാൻ്റെ സമയങ്ങളെ ധന്യമാക്കിയതിൻ്റെ പേരിൽ, ആരാധനകളെ, നോമ്പിനെ ആദരിച്ചതിൻ്റെ ബഹുമാനവും ഗുണവും ലഭിച്ചത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു തീയാരാധകൻ്റെ കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മജൂസി, തീയ ദൈവമായി കണ്ട് ആരാധന നടത്തുന്ന അഗ്നി ആരാധകൻ അവൻ്റെ മകനെ ശിക്ഷിക്കുകയാണ്, അടിക്കുകയാണ്. എന്താ കാരണം? എന്തടാ, നീ ആ മുസ്ലിങ്ങൾ നോമ്പ് നോറ്റതിൻ്റെ ഇടയിൽ പോയി ഭക്ഷണം കഴിച്ചതാ. അവർ ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റ് നിൽക്കുമ്പോൾ അവരോട് ആദരവ് കാണിക്കാതെ നീ ഭക്ഷിച്ചല്ലോ, വെള്ളം കുടിച്ചല്ലോ എന്ന് പറഞ്ഞ് മകനെ ഈ അഗ്നി ആരാധകൻ അടിച്ചിട്ടുണ്ടായിരുന്നു, ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ മരണപ്പെട്ടതിന് ശേഷം സ്വപ്നത്തിൽ ദർശിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വർഗം ലഭിച്ചത്? നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, നിങ്ങൾ അള്ളാഹുവിനെയും സ്വർഗത്തെയും വിശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മരണാസന്ന സമയത്ത് എനിക്ക് ഈമാൻ ലഭിച്ചു, അങ്ങനെ മുഅ്മിനായി അനുഗ്രഹീതനായി ഞാൻ മരിച്ചത് കാരണം എനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തവും പ്രീതിയും ലഭിച്ചു, സ്വർഗസ്ഥനായി. സ്വർഗത്തിലെ ഉന്നത വിധാനത്തിലാണ് അദ്ദേഹം കാണപ്പെടുന്നത്. അതിൻ്റെ കാരണം മുസ്ലിങ്ങളുടെ നോമ്പിനെ, നോമ്പുൾക്കൊള്ളുന്ന വിശുദ്ധ മാസത്തെ ഞാൻ ആദരിച്ചു എന്നുള്ളതാണ്. ആത്മാർത്ഥമായാണ് ഞാൻ ആദരവ് പ്രകടിപ്പിച്ചത്. അങ്ങനെയാവണം. നമ്മുടെ മതത്തോട് മാത്രമല്ല, സഹോദര സമുദായത്തിലെ മതത്തോടും സഹോദര മതങ്ങളോടും നമുക്ക് ബഹുമാനവും ആദരവും വേണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരാളുടെ ആരാധനാ മുറകളോടും ആരാധനാ മൂർത്തികളോടും അനാദരവ് കാണിക്കാൻ പാടില്ല, പുച്ഛിക്കാൻ പാടില്ല, അവയെ അവഹേളിക്കാനോ ശകാരിക്കാനോ പാടില്ല. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഏകദൈവ വിശ്വാസം ഉൾക്കൊണ്ടെങ്കിൽ മാത്രം വിജയം വരിക്കുമെന്നും പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെ അതേ ഭാഷ്യത്തിൽ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ലാ തസുബ്ബുല്ലദീന യദ്ഉന മിൻ ദൂനില്ലാ. അള്ളാഹു അല്ലാത്ത ആരാധ്യ വസ്തുക്കളെയും ആരാധനാ മൂർത്തികളെയും ആരാധിക്കുന്നവരെ നിങ്ങൾ ബത്സിക്കരുത്, ആക്ഷേപിക്കരുത്, അവരുടെ ആരാധ്യ വസ്തുക്കളെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. മതത്തിൻ്റെ നിയമമായി പഠിപ്പിച്ച വിശുദ്ധ ഇസ്ലാം സഹോദര സമുദായത്തോടും എല്ലാ മതങ്ങളോടും സുന്ദരമായി, സ്നേഹത്തോടെ, സമവായത്വത്തോടെ, വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ആ ഒരു സുന്ദരമായ മനോഭാവവും നല്ല മനസ്സും സൃഷ്ടിച്ചെടുക്കുവാനുള്ള ദിനരാത്രങ്ങൾ കൂടിയാണ് വിശുദ്ധ റമദാൻ. ചുരുക്കത്തിൽ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാനുള്ള അനാവശ്യങ്ങൾക്ക് വേണ്ടി സമയങ്ങളോ നമ്മുടെ അവയവങ്ങളോ ഉപയോഗപ്പെടുത്താതെ വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തിയവരായി പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന ഈ റമദാനിന സമ്മാനത്തെ വരവേറ്റവരായി മാറാൻ നമുക്ക് കഴിയണം. സുന്ദരമായ ദിനരാത്രങ്ങളെ നന്മ കൊണ്ട്, നല്ല ചിന്ത കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട് മാത്രം. അതുകൊണ്ടാണ് തെറ്റ് ചെയ്യുന്ന ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ, ചീത്ത പറയുന്നവനോട് നല്ലതുകൊണ്ട് പ്രതികരിക്കണം, ആക്രമിക്കാൻ വന്നവനോട് നല്ല ഭാഷ്യത്തോടെ പെരുമാറണം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം നോമ്പുകാരനാവുകയില്ല. നോമ്പ് നോറ്റ ഒരാളോട് ഒരാൾ ചീത്ത പറയാൻ വന്നാൽ അവൻ യഥാർത്ഥ നോമ്പുകാരനാണെങ്കിൽ, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്,
എനിക്ക് നിന്റെ അതേ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയില്ല. ആക്രമിക്കാൻ വന്നവനോട്, അനാവശ്യം ചെയ്യാൻ വന്ന ഒരാളോട് പ്രതികരിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോമ്പുകാരൻ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നി സ്വായിം, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് ഈ രൂപത്തിൽ പെരുമാറാൻ എനിക്ക് നിർവാഹമില്ല എന്ന് പറഞ്ഞ് തിന്മയുടെ ഇടങ്ങളിൽ നിന്ന്, പ്രതികാരം ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അത്തരം തെറ്റുകളിൽ നിന്ന് വഴിമാറിപ്പോകാനാണ് പ്രതിഫലം കാക്ഷിക്കുന്ന നോമ്പുകാരൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രതിഫലാർഹമായ നോമ്പ് നോക്കാനും നോമ്പ് നോൽക്കുന്ന ഈ മാസത്തെ ആദരിക്കാനും യഥാർത്ഥ അടിമകളായി മാറാനും വിശുദ്ധ റമദാൻ നമുക്ക് കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവർക്കും വീണ്ടും സുന്ദരമായ റമദാനിൻ്റെ സന്തോഷങ്ങൾ നേർന്നുകൊണ്ട് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.